തലശ്ശേരിക്കാരുടെ സ്വന്തം മുട്ട സുർക്കയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഇതിന് ചിലർ മുട്ടാപ്പെന്നും പറയലുണ്ട്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടെല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു മുട്ട സുർക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ടും വേണ്ടത് പച്ചരിയാണ്. പച്ചരി നമ്മൾ തലേ ദിവസം തന്നെ കുതിർത്ത് വെക്കണം. ഞാനിപ്പോൾ 2 കപ്പ് പച്ചരിയാണ് എടുത്തത്. അപ്പോൾ അത് കുതിർന്ന് വന്ന് കഴിയുമ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ വെള്ളം മൊത്തം കളഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുക. 2 മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 കപ്പ് വെള്ളമാണ്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ 2 കപ്പ് അരിക്ക് 1/2 കപ്പ് വെള്ളം ഏകദേശം കറക്റ്റാണ്. എന്നാലും നിങ്ങൾ ഒഴിക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട, കുറച്ച് കുറവായിട്ട് ഒഴിച്ചാൽ മതി. കാരണം നമ്മൾ പച്ചരി എടുക്കുമ്പോൾ അളവിൽ ചിലപ്പം വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ലൂസാവാനോ മറ്റോ ചാൻസ് ഉണ്ടാവും. ഇത് നമുക്ക് കുറച്ച് കട്ടിയുള്ള ബാറ്ററാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, വെള്ളത്തിൻ്റെ കാര്യം. അതേപോലെ തന്നെ ചോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ചോറാണ് ചേർത്ത് കൊടുത്തത്. ഇത് പിന്നെ 2 ടൈപ്പിലുണ്ടാക്കും. മുട്ട ചേർത്തിട്ടും ഉണ്ടാക്കും, മുട്ട ചേർക്കാതെയും ഉണ്ടാക്കും. ഞാനിപ്പോൾ മുട്ട ചേർത്തിട്ടുള്ള മുട്ട സുർക്കയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതുപോലെ നമ്മൾ അരച്ചെടുത്തതിന് ശേഷം നമുക്കത് കുറച്ചും കൂടി നല്ല കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവ് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ മാവ് റെഡിയാക്കുക. ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കുഴിയുള്ള പാത്രം ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അതല്ലെങ്കിൽ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന ഇതുപോലത്തെ പാത്രം എടുത്താലും മതി. അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും. പൊങ്ങി വന്ന് കഴിഞ്ഞിട്ട് ഒരു 1-2 സെക്കൻഡും കൂടി കുക്ക് ചെയ്തിട്ട് നമുക്കിതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും നമ്മൾ കുറച്ച് സമയം വേവിച്ചെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കുറേ സമയമൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒരു 5 മിനിറ്റ് എല്ലാം മതിയാവും. അപ്പോൾ ഇതാ നമ്മുടെ ഒരു മുട്ട സുർക്ക റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് രസമാണല്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മുട്ട സുർക്കയും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ശരിക്കും ടേസ്റ്റ് അറിയണമെങ്കിൽ ഇത് നമ്മൾ ബീഫ് കറീൻ്റെയോ അല്ലെങ്കിൽ ചിക്കൻ കറീൻ്റെ എല്ലാം കൂടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ ഒരു ടേസ്റ്റ് കിട്ടുക. കണ്ണൂർ സൈഡിലെല്ലാം മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് ക്യാരറ്റെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് മുട്ട ചേർക്കാണ്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റി എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.